എപ്പിസോഡ് റിവ്യൂ. ആക്ച്വലി നമ്മൾ ലൈവിൽ കാണിക്കുന്ന കുറേ ഭാഗങ്ങൾ എപ്പിസോഡിൽ കാണിക്കില്ല, എപ്പിസോഡിൽ കാണിക്കുന്ന കുറേ ഭാഗങ്ങൾ ലൈവിലും കാണിക്കാറുണ്ട്. അതിന് മിസ്റ്റേക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതെടുത്ത് റിവ്യൂ ചെയ്യുന്നത്. ആക്ച്വലി ഞാനിന്ന് ശരിക്കും രണ്ടാമതൊന്ന് എടുത്തു വെച്ച് കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ലൈവിൽ കുറേ ഭാഗം മിസ്സായിട്ടുണ്ടായിരുന്നു. അത് എപ്പിസോഡിൽ കാണിക്കുമയില്ലെന്ന്. സത്യം പറയാലോ, ലൈവായിരുന്നു ബെസ്റ്റ് ഇന്നത്തത്. ഒന്നാമത്തെ കാര്യം, ഈ ജയിൽ ടാസ്കിനുള്ള നോമിനേഷൻ, ആ നോമിനേഷൻ റൗണ്ട് കിട്ടുമായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ റിവ്യൂ ഈ പറയുന്ന സാറ്റർഡേ സൺഡേയിൽ ഉണ്ടായാൽ ഭാഗ്യം, ഇല്ലാത്തവർ മിസ് ചെയ്തു എന്ന് മാത്രമേ പറയാൻ. നല്ല സൂപ്പർ സംഗതിയായിരുന്നു. അതിൻ്റെ കാരണം തന്നെ കാര്യകാരണ സഹിതം ഓരോരുത്തരും പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് എടുത്തു പറയാനുണ്ടായിരുന്നത് ശൈത്യയുടെ പെർഫോമൻസ്, ആദിലയുടെ പെർഫോമൻസ് ആൻഡ് രേണു സുധിയുടേത്. അത് പിന്നെ കോമഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിന്നെ രേണുവിൻ്റെ, അനുവിൻ്റെ, ഇത്രയും പേരുടെ പെർഫോമൻസ് ഭയങ്കര സൂപ്പറായിരുന്നു. അനീഷ് ദിനം തോറും മെച്യൂരിറ്റി കൂടുതൽ കാണിക്കാൻ തുടങ്ങുന്നുണ്ട്. ആൻഡ് അനീഷിനെ കുറിച്ച് ഇഷ്ടം കൂടി വരുന്നുണ്ട് എനിക്ക് കേട്ടോ. മുമ്പ് എനിക്ക് അയാളെ കണ്ണെടുത്താൽ കണ്ടോളൂ. ഇപ്പോൾ പക്ഷേ എനിക്ക് അയാളോടൊരു ഇഷ്ടം തോന്നുന്നു. മേ ബി അനുവിനോടൊരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നുണ്ടായിരിക്കാം. അനു ഒരു ഫേക്കാണോ, അനു എപ്പോഴും കരയുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. അനു സർവൈവ് ചെയ്യാൻ നല്ല കഷ്ടപ്പെടുന്നുണ്ട് അവിടെ. അനു ഫേക്കല്ല, ഈ ഒരു വിഷയങ്ങളിൽ ഫേക്കല്ല. ആദ്യമെല്ലാം ചിലപ്പോൾ കുറച്ച് ഫേക്കൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ സൂപ്പർ സ്ട്രോങ് ആണ്. പക്ഷെ അത് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ എവിടെ നിൽക്കുന്നു, അവളുടെ പൊസിഷൻ എന്താണ്, അവളെ എങ്ങനെയാണ് ജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ഒന്നും അവൾക്ക് അറിയില്ല. അതാണ് ഇതിൻ്റെ ഗെയിമിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് ഞാൻ പറയും. അനുവിനെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യാനുള്ളതിൽ മികവുറ്റ് നിൽക്കുന്ന 3 വ്യക്തികളാണ് അവിടെ. ഒരാൾ മൗനസമ്മതം കൊടുക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ച് നിൽക്കുന്നത്. ക്യാപ്റ്റൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് ക്യാപ്റ്റൻ ഇപ്പോൾ ചെയ്യുന്നത്, പാർഷ്യാലിറ്റി. ഒരു ക്യാപ്റ്റൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പാനി ശരത്ത് ആ ഒരു കാര്യത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ തീരെ അധപ്പതിച്ചു എന്ന് വേണം പറയാൻ. ഇറിറ്റേറ്റ് ചെയ്യുന്നത് ആരൊക്കെയെന്ന് വെച്ചാൽ രണ ഫാത്തിമ, ദ ബെസ്റ്റ് ഹെയർ കണ്ടതിൽ വെച്ചൊരു വൃത്തികെട്ട കൊച്ച്. അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഞാൻ ഇത്തവണത്തെ കുറേയധികം ബിഗ് ബോസ് റിവ്യൂ കാണുന്നുണ്ട്. ഒത്തിരി പേരുടെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ കയറി വരും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ. ചിലതൊക്കെ എന്താ പറഞ്ഞതെന്നൊരു ക്യൂരിയസ് നമുക്ക് കേൾക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മോശം അഭിപ്രായം ഈ പെണ്ണിനാണ്. ഈ 19 വയസ്സുകാരിക്ക് കിട്ടുന്ന ഒരു തെറി വിളിക്ക് കണക്കും കഴിയും. ചിലരൊക്കെ പക്കായിരുന്നു പറയുന്നുണ്ട്. സത്യം, അത് പറഞ്ഞു പോകും കേട്ടോ. അത് കേൾക്കാൻ അർഹതപ്പെട്ട ഒരു പെണ്ണാണ്. അത് ആദ്യത്തെ ദിവസം ഞാൻ അവൾക്ക് സപ്പോർട്ട് പറയണം. കാരണം ആ ഒരു ഏജ് പ്രശ്നമാണ്. 19, 17, 18, 19 കുട്ടികളെ നമ്മൾ പെട്ടെന്ന് കടിഞ്ഞാണിട്ട് പിടിക്കാൻ ഒക്കത്തില്ല. അവർക്ക് അങ്ങനെയാണ്. അത് അവരെ ആ വയസ്സിൽ വിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ അവർക്ക് മനസ്സിലാക്കി എടുക്കും. പക്ഷേ ഇത് കുറച്ച് ഓവറല്ല, കുറച്ച് അധികം ഓവറാണ്. അവെയർനെസ് ഇല്ലായ്മ, ബോധമില്ലായ്മ, സത്യത്തിൽ മറ്റുള്ളവർക്കൊപ്പം നിന്നുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു എന്നുള്ള തോന്നൽ, ഇതൊക്കെ പൊളിഞ്ഞ് പാളീസായി പോകും എന്നുള്ളതിൽ തർക്കമേ വേണ്ട. എനിക്ക് ആ പെൺകുട്ടിയോട് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നുന്നു. അതിൻ്റെ ആ ഒരു ഇത്രയും ഒരു കഷ്ടപ്പാടില്ലാതെ അവിടെ എത്തിപ്പെട്ടിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതെ അത് നടുവഴിയിൽ പോകേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. പെൺകുട്ടി മറ്റേ ബെന്നിയോട് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു ഭാഷ, ചൈനീസ് ഭാഷ, ഷൂഷു ഹാങ് അങ്ങനെ എന്തോ ആണ്. എനിക്കൊരു ചൈനീസ് സുഹൃത്തുണ്ട്. ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന്. എനിക്കറിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു ചേച്ചി എന്നോടൊന്ന് ചോദിക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായിട്ടില്ല. എന്താ അങ്ങനെ പറഞ്ഞു തരാത്തതെന്ന് അറിയത്തില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ചോദിച്ചു, നെറ്റിലൊക്കെ കുറേ സെർച്ച് ചെയ്തു. എനിക്ക് ഷൂഷു ഹാങ്ങയുടെ മീനിങ് കിട്ടിയിട്ടില്ല. ഇത് എന്താ സംഗതി എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ പക്ക പെണ്ണത് വിളിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, എനിക്കും അർത്ഥം അറിയില്ല, അവക്കും അറിയില്ല, ആർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതൊരു തെറി വാക്കാണെന്നും ആ തെറി വാക്ക് അവരെ ഉപയോഗിച്ചാൽ കിട്ടാവുന്ന പണിഷ്മെൻറ്റ് എന്താണെന്നുള്ള ചെറിയ ബോധം പോലും പെണ്ണിനില്ല. അവിടെ കൂടി നിന്നവരത് വിലക്കുന്നുണ്ടെങ്കിൽ പോലും അവൾ വീണ്ടും ആവർത്തിച്ച് ഷുഷു ഹാങ്ങാന്ന് അനുവിനെ പറയുന്നുണ്ട്. അനു അത്രയും ഹേട്രസ് കിട്ടേണ്ട ഒരു വ്യക്തിയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ആ പെണ്ണിനെ ഇങ്ങനെയിട്ട് ആക്രമിക്കുന്നതെന്നും പിടികിട്ടുന്നില്ല. ഇവർ ചെയ്യുന്ന ഒരു തെറ്റുകൊണ്ട് ഒരു പക്ഷേ അനുവിനുള്ള മൈനസ് പോയിന്റ് പോലും പ്ലസ്സിലേക്ക് വരും. അത്രയ്ക്ക് അനുവിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ആര്യയും ജിസയിലും കൂടെ ഒരിടത്താണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ യൂട്യൂബേഴ്സ് എടുത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. അങ്ങനെയൊന്നും അത്രയും ക്യാമറയുടെ നടുവിൽ അവയൽത്തരം കാണിക്കുക ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അത് ചുമ്മാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമെന്നതിനപ്പുറം അതൊരു റെലവൻ്റ് ആയ ടോപ്പിക്കല്ല. അതുകൊണ്ട് ഞാൻ അതിനൊന്നും പറയുന്നില്ല. പക്ഷേ ആര്യയും ജിസയിലും കൂടെ ചേർന്നിട്ട് നമ്മുടെ ആ പെങ്കൊച്ചിനായിട്ട് കളിയാക്കുന്നുണ്ടല്ലോ, ഭയങ്കര ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്. ആര്യൻ അവളുടെ കുറച്ച് തിങ്സ് എടുത്ത് ഒളിച്ചു വെച്ചു എന്നുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ അത് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഉറങ്ങാൻ നേരത്തെ ആ പെണ്ണിനെയൊക്കെ വിളിച്ച് കിടന്ന് ശല്യം ചെയ്ത് ആ ഒരു സീൻ കണ്ടിട്ടാണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ലേറ്റ് നൈറ്റൊക്കെ അവനെ ഇവിടെ കുത്തി പൊക്കിയിട്ട് എവിടെ എൻ്റെ കവർ, എവിടെ എൻ്റെ സാധനം, എവിടെ കളഞ്ഞ എന്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെള്ളം വയ്ക്കുന്നുണ്ട്. അനു ഇറിറ്റേറ്റിംഗ് ആയിരുന്നു എന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് പൂർണ്ണ ബോധ്യപ്പെട്ടു
ആര്യനാണ് അവളുടെ സാധനം എടുത്ത് മാറ്റി വെച്ചത്. അത് പൂർണ്ണമായും ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കണം അനു തൊട്ടു പിറകെ വെച്ചിട്ട് അവൻ്റെ കൂടെ ബഹളം വെച്ചത്. അത് ചോദിക്ക ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് ബാത്റൂമിൻ്റെ അവിടെ വെച്ചിട്ട്, വളരെ മോശപ്പെട്ട രീതിയിൽ. അതും ജിസേൽ പറയണത് കേട്ടാൽ ജിസേലിനെ അടിച്ച് തീർക്കാൻ തോന്നും, കാരണം അത്രയ്ക്ക് വൃത്തിയിടാണ് പറയുന്നത്. അവളതൊന്നും കണ്ടിട്ടുണ്ടാവത്തില്ല. അതായത് ആര്യയുടെ ടൂത്ത് പേസ്റ്റ് കാണാതെ പോകുന്നു. ആ ടൂത്ത് പേസ്റ്റ് എവിടെയെന്ന് ചോദിക്കുന്നു. അത് അവൾ എടുത്തിട്ടില്ല എന്ന് അവൾ പറയുന്നു. പക്ഷെ നീ എടുത്തിട്ടുണ്ടാകും, അത് എനിക്ക് തിരിച്ചു താ എന്ന് പറഞ്ഞപ്പം ജിസേലിൻ്റെ വർത്തമാനമാണ്, അങ്ങനെയൊന്നും അവൾ കണ്ടിട്ടൊന്നും കാണത്തില്ല എന്ന് വെച്ചാൽ അത്രയും ചീപ്പായിട്ടാണ് ജിസേൽ അനുവിനെ പറയുന്നത്, വളരെ മോശമായിട്ടാണ് അനുവിനെ പറയുന്നത്. പിന്നെ തമ്മിൽ വഴക്കാവുന്നു. ചപ്പാത്തിക്കള്ളി, ഒരുപക്ഷെ അനുവിന് ചപ്പാത്തിക്കള്ളി എന്ന് പറയുന്നത് ഭയങ്കരമായി ഹേർട്ട് ചെയ്യണ ഒരു കാര്യമായിരിക്കാം. അത് സ്വാഭാവികമാണ്, ചെയ്യാത്തൊരു തെറ്റിനായിരിക്കും. ഇനി ചെയ്തു എന്ന് തന്നെ വയ്ക്കുക, അത് ഭക്ഷണം കഴിക്കാനല്ലേ, അല്ലാതെ മറ്റുള്ളവരുടെ ഇത് പിടിച്ചു പറിച്ചതൊന്നുമില്ല. അവൾക്ക് വിശന്ന് അവൾ പോയി എടുത്ത് കഴിച്ചു, മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു വെച്ചതുപോലെയല്ലോ ജിസേലിനെ പോലെ. അപ്പോൾ തീർച്ചയായിട്ടും അനു അത് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും മാറി മാറി ചപ്പാത്തിക്കളി എന്നാണ് വിളിക്കുന്നത്. അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിട്ട്. പിന്നെ ആരും പറയുന്നത് നിനക്ക് കുളിയുമില്ല നനയുമില്ല, നീ മോശം, നിന്നെ എടുത്ത് കളയുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് അവളെ ചീത്ത പറയണതെന്ന് അറിയുമോ. ഇവർക്കൊക്കെ ഭയങ്കര ധൈര്യമാണ് അനുവിനെ പറയാൻ. അനു ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെയാണ്. അനു അവിടെ ഒറ്റയ്ക്കൽ പ്ലേ ഒന്നുമല്ല, അതായത് എലോണായി ഒറ്റയ്ക്കാക്കി എന്നൊന്നുമില്ല. നീ CID ആണോടി, നീ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ജിസേൽ പറയുന്നുണ്ട്, ആര്യം പറയുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ശരിക്ക് മോശമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തിരിച്ച് ദേഷ്യത്തിൻ്റെ അങ്ങ് അറ്റത്തിൽ പൊങ്കോന്നനെന്നും നിന്നെക്കാൾ വയസ്സിന് മൂത്തോനെ നീ പ്രേമിക്കാൻ പോകുന്നെന്നും നാറിയെന്നും ഒക്കെ അനുവും വിളിക്കുന്നുണ്ട്. ബട്ട് അത് അക്സെപ്റ്റബിൾ ആണോ എന്ന് വെച്ചാൽ എനിക്കത് അക്സെപ്റ്റബിൾ ആണ്, നല്ലതായിട്ട് കിട്ടട്ടെ എന്നാണ് ഞാൻ. അത്രയ്ക്ക് നാക്കടിക്കുന്നുണ്ട് നാറിയെ, ചെറുക്കൻ വേറും നാറി കൂറയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ചെന്ന് നമ്മളുടെ ന്യൂറയുടെ അടുത്ത് പോയി ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെയുള്ള ആണുങ്ങൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഉടനെ ന്യൂറ പറയുന്നത് കടി എന്ന്. ആണുങ്ങൾക്ക് കടിയാണല്ലേ. പക്ഷേ ഈ കടി എന്ന് അവൾ പറഞ്ഞിട്ട് ഒരൊറ്റ എണ്ണത്തിന് അനങ്ങണ്ട. പ്രത്യേകിച്ച് അക്ബറിനെ ഞാൻ നോക്കി, അടുത്ത് ക്യാമറ പോകുന്ന അക്ബറിലേക്കാണ്. അക്ബർ അനങ്ങൂല്ലെന്ന്. അക്ബർ അനക്കില്ല. അക്ബറിന് നൂറ ഇവിടെ അടികൂടണ്ട. നൂറയും ആദിലയും സ്ട്രോങ് ആയിട്ട് മറുപടി കൊടുക്കും, ഹെവി ഡോസിൽ തിരിച്ചു കൊടുക്കും. അവരെന്ത് പറയണോ അതേ ഇത്. അതാണ് ഒരേ കമ്മ്യൂണിറ്റിയിൽ നിന്നൊന്നും അല്ലേ, കറക്റ്റാണ്, രണ്ടും കണക്കാണ്. ഈ ചട്ടിന് പുട്ട് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഒന്നാമത് അവരുടെ ലൈഫിലുള്ള സ്ട്രഗിളിനെ അവർ ഫേസ് ചെയ്തു വരാം. അപ്പോൾ അവർക്കറിയാതെ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ അറ്റാക്ക് ചെയ്യണം. മറ്റുള്ളവരുടെ അക്സെപ്റ്റൻസോ മറ്റുള്ളവരുടെ നല്ല വാക്കുകളോ ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാത്ത രണ്ടുപേരാണ് അതിലെ നോറയും. അപ്പോൾ അവർ തിരിച്ച് മറുപടി കൊടുക്കും. കിട്ടുക്കാച്ചി മറുപടിയാണ് അക്ബറിന് നോറ കൊടുക്കുന്നത്. നോറയെ തൊടാൻ പേടിയാണ്, കാരണം ആദില ചാടി വീഴുമെന്നറിയാം. രണ്ടിനെ നല്ല പേടിയാണ്. അപ്പോൾ അത് നല്ല പോലെ കൊടുത്തു. പക്ഷേ രണ ഫാത്തിമ സെയിം, ഞാൻ പറഞ്ഞില്ലേ, ഒരേ വിഭാഗക്കാരാകുമ്പോൾ രണ അതിനെ എതിർത്തുകൊണ്ട് അവിടെ നിന്നിട്ട് ഒരു വർത്തമാനം പറയുന്നുണ്ട്. എല്ലാവരും അവൾ ആ ഏജ് ലെവൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡെപ്ത് കൂടും. അവൾ കാണിക്കുന്ന കുസൃതികൾക്ക് ഡെപ്ത് കൂടും. അത് കുസൃതി എന്നല്ല, ഹറാം പറപ്പെന്നാണ് പറയുക. ആ ഹറാം പറപ്പിന് ഡെപ്ത് കൂടും. ഭയങ്കര മോശമായ ബിഹേവിയറാണ്. അവൾക്ക് മുമ്പുള്ള ബിഗ് ബോസ് കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അരിമയായി കൊഞ്ചി കുഴച്ച് വെച്ചിരുന്ന സാധനം പോലെ അവിടെ ചെന്നപ്പോൾ റിവീലായി പുറത്തേക്ക് വന്നതാണ്. ഇത് ലൈഫിനെ വല്ലാണ്ട് ബാധിക്കും. വല്ലാത്ത പ്രശ്നങ്ങൾ ഭാവിയിലുണ്ടാകും. നൂറ ശരിക്ക് കൊടുക്കുന്നുണ്ട് അക്ബറിന്, ശരിക്ക്. അത് മാത്രമല്ല അനുവും ആദിലയും കൂടെ ഇരിക്കുന്ന സമയത്ത് അപ്പാനി ശരത്തൊന്ന് എന്തോ ഒന്ന് പറയും, പാവാട വള്ളിയാണെന്നോ എന്തോ ഒന്ന് പറഞ്ഞതിനെ പറ്റി ആയിട്ട് അനുവിനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് ആദിലെടുത്തത് സംസാരിക്കുന്നത്. പിന്നെ അതിന് മുമ്പൊരു കാര്യം പറയും, ഞാൻ വായി നിറച്ച് വളർത്തിക്കൊടുത്തത് ആളുകളാണ് ഇവർ രണ്ടുപേരും ഒന്ന് ശരത്ത് പറയുന്നുണ്ട്. അതായത് ശരത്തിന് അവൻ ഭയങ്കര സംഭവമാണ്, ബാക്കി എല്ലാവരും അവൻ്റെ അണ്ടറിൽ നിൽക്കണമെന്നൊരാഗ്രഹമാണ്. അത് ഒരിക്കലും നടക്കുന്ന കേസാണോ? ഏതായാലും അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു പാവാട ഫ്രൈ മാത്രം ഒരു അക്ബർ വാട ഫ്രൈയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അതിൽ തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പോർഷനായിരുന്നു. ഈ നീവിൻ രണ ഇവർ മൂന്ന് പേരും രണ ഫാത്തിമയെ ഇവരെല്ലാം ബൂസ്റ്റപ്പ് ചെയ്ത്. കാരണം രണ ഫാത്തിമ അനുവിനെ ചീത്ത വിളിക്കാൻ വേണ്ടി അവർക്കൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് രണയെ എല്ലാവരും ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ബിന്നിയെ നോമിനേറ്റ് ചെയ്തതും ഏകദേശം അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്യാങ്ങിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അവളെയും നോമിനേറ്റ് ചെയ്തത്. നിവിനെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് എന്തിനൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. അവൻ ക്യാപ്റ്റൻസി ആവാൻ എന്തെങ്കിലും യോഗ്യനുള്ളവനാണോ? സ്വന്തമായിട്ടൊരു വലിയ ടാസ്ക്, വലിയ സാധനം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ അറിയാതിരുന്ന ഒരു ചെങ്കിടി എന്നല്ലാതെ എനിക്ക് ഈ നെവിനെ പറ്റി ഒന്നും പറയാനില്ല. നെവിൻ തിരിച്ചു വരുന്നതിനെ പറ്റിയും ഒന്നും പറയാനില്ല. കാരണം തീർച്ചയായിട്ടും അതൊരു നല്ല നീക്കമല്ല. പക്ഷേ ബിഗ് ബോസ് കാണിച്ചൊരു പ്ലേ ആണ്, അത് സൂപ്പർ പ്ലേ ആയിരുന്നു. ആ പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു. തോപ്പോക്കൃത്തരം പറയുന്നവർക്ക് സ്പോട്ടിൽ ഇറക്കി അങ്ങോട്ട് കൊടുക്കണം. എനിക്ക് പോകണമെന്ന് പറഞ്ഞ് മോങ്ങയാണെങ്കിൽ അപ്പം ഇറക്കി കഥ അങ്ങ് തുറന്നു കൊടുക്കണം. അപ്പോൾ വില്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തരുത്, അടുത്ത ആളെ കയറ്റണം. അതാണ് വേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പിന്നെ ജയിൽ നോമിനേഷൻ അത് കാണേണ്ടായിരുന്നു. അതിൻ്റെ ജയിലിനകത്ത് അനീഷ് ചാൻസേ ഇല്ല കേട്ടോ. അയാൾ എത്ര ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ആണെങ്കിലും
ഒരു പെണ്ണ് അവിടെ ഇരുന്നു കൊണ്ട് പ്രയാസത്തിലിരുന്ന് കരയണത് കണ്ടപ്പോൾ അതിനകത്തൊരു കളവുണ്ടെന്നോ ഫേക്ക് ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞാൽ ഷോ കാണിക്കാം, പട്ടി ഷോ കാണിക്കാം. പ്രത്യേകിച്ച് അപ്പുറത്തൊരു കൂട്ടം അവളെ അടിക്കാൻ നിൽക്കുകയാണ്. നിസ്സാരമായിട്ട് അനീഷിന് നീ പോടി ഫേക്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതി, മറ്റൊരും കൂടെ വരും. അനു തകർന്ന് തരിപ്പണമാകും. കാരണം അതിനകത്ത് അനീഷിനെ ഫേസ് ചെയ്ത് നിൽക്കണ്ടേ. പക്ഷേ കൂട്ടത്തോട് ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ലാതെ കറക്റ്റായിട്ട് കരയരുത് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല ഇവറ്റകൾ അവളെ ടാർഗറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നല്ല വിഷമവും ഉണ്ട് അയാൾക്ക്. അയാളെ കൊണ്ട് പറ്റുന്നതിൽ കൂടുതൽ അയാൾ പരമാവധി എതിർത്ത് നിൽക്കുന്നുണ്ട്. അത് അനുവിനോടുള്ള ഫേവറല്ല. അനു തനിച്ചാണ്, അതേപോലെ അനീഷും തനിച്ചാണ്. രണ്ട് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. തനിച്ച് നിന്ന് പൊരുതുന്നവരാണ്. അനീഷ് അവസാനം വരെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ഇങ്ങനെയാണെങ്കിൽ ഇനി അനുവിനെ അയാൾ തിരിച്ചടിച്ചാൽ വേറെ മാറ്റം വരാൻ കേട്ടോ. കാരണം എനിക്ക് അനുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി ഞാൻ അനുവിൻ്റെ ഫാനായി മാറിയിരിക്കുകയാണ്. എൻ്റെ റീസൺ മറ്റൊന്നുമില്ല, ഇത്ര പേര് അടിച്ചിട്ടും അവൾ ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിന് കൊടുക്കണം പ്രൈസ്. ചുമ്മാ അങ്ങ് നിന്ന് പോരുതയല്ലേ. ശാപിച്ച് ഞങ്ങൾ ഭസ്മമാക്കി. ഞങ്ങളുടെ മെയിൻ സാധനം ശാപമാണ്. അത് വലിച്ചില്ലേ, ജിസേലിന് കിട്ടിയില്ലേ. പക്ഷെ ജിസേലിൻ്റെ വിവരമൊന്നും ലൈവിൽ കാണിച്ചില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സംഗതി അല്ലാത്തത് കൊണ്ടായിരിക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഷീ ഈസ് നോട്ട് കെയറിങ്. അത് കെയർ ആക്കപ്പെടേണ്ട ഒരു വ്യക്തിയൊന്നുമല്ല മരിച്ചത്. ഒരു പക്ഷേ ജിസേലിന് കിട്ടിയിരിക്കുന്ന ഹേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു സെക്ഷൻ അവിടെ പ്രസൻറ്റ് ചെയ്തെന്ന് തോന്നുന്നു ലൈവിൽ. കരയുന്ന ജിസേലിനെ തണുപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ ആര്യനെ വിളിക്കുന്നു. അപ്പോൾ ആര്യൻ ആൾസോ അറിഞ്ഞിട്ടുണ്ട് ഈ വിവരം, പക്ഷെ പുറത്തേക്ക് അത് വിടുന്നില്ല. അപ്പം പൊതുസമൂഹത്തിനൊരു ഇമ്പാക്റ്റ് കൊടുക്കുകയാണ്. ഇത്രയും പ്രോബ്ലംസ് ഉള്ള ഒരു സ്ത്രീ കട്ടായിട്ട് നിൽക്കുന്നു, അവളെ ആക്രമിക്കുന്ന അനുമോൾ എന്ന ഒരു ഫോം കൊണ്ടുവരാനായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷേ പക്ക കുഴപ്പമായിരുന്നു. കമൻറ്റ് ബോക്സ് കണ്ടാൽ ചിരിച്ച് മരിക്കുക. അമ്മാതിരിയായിരുന്നു കമൻറ്റ് ബോക്സിൽ തെറിവിളി ജിസേലിന്. അത് അനുമോളെ ശപിച്ചത് കൊണ്ട്, അനുമോളെ ഉപദ്രവിച്ചത് കൊണ്ട് കിട്ടിയ പണിഷ്മെൻ്റ് ആണെന്നുള്ളത് വരെ കമൻറ്റിലുണ്ടായിരുന്നു. അമ്മാതിരി കിടന്ന് കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ. സോ ആ ഒരു വിഷയം പറയുന്നില്ല. ഒരാളുടെയും മരണം ആഘോഷിക്കരുത്. ഒരാളുടെയും മരണം കൊണ്ട് മറ്റൊരാൾക്ക് ജയമുണ്ടാവുമെന്ന് വെച്ചാൽ അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ എന്നാലും ചില വിഷയങ്ങൾ അങ്ങനെയാണ് വരിക. നമ്മൾ ഒരാളെ അളവിൽ കൂടുതൽ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് പണിഷ്മെൻറ്റിൽ അവിടുന്ന് കിട്ടും. അവിടുന്ന് ജയിലിൻ്റെ മുൻപിൽ കിടന്നിട്ടുള്ള ആ ഒരു പെർഫോമൻസ്, ഒരാളെ ഇത്രയധികം മോശമായി പിന്തുടർന്ന് ഇൻസൾട്ട് ചെയ്യുന്ന വൃത്തികെട്ട 2-3 എണ്ണത്തിന് സത്യം പറഞ്ഞാൽ അതിനകത്ത് രണ ഫാത്തിമ ലാസ്റ്റ് പറയുന്നുണ്ട്, എപ്പോഴും ഒരു 3-4 ദിവസത്തേക്കെങ്കിലും അവരെ ജയിലിലിടണേന്ന്. എടി നിനക്ക് ജയിൽ വരൂലേ, നിന്നെ ജയിലിൽ പിടിച്ചിടത്തില്ലേ, എന്താ പറ്റത്തില്ലേ? അവിടെ ജയിലിട്ടത് ബിഗ് ബോസ് അല്ല എന്നോർക്കണം. ബിഗ് ബോസ് ആണ് അത് ചെയ്തെങ്കിൽ കറക്റ്റ്. പക്ഷെ നോമിനേറ്റ് ചെയ്ത് ഹൗസ് മേറ്റ്സ് എല്ലാം കൂടെ ചേർന്ന് അവർ അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റമേ അല്ല, അതൊരു കുഴപ്പമേ അല്ല. നിങ്ങൾക്ക് കുശുമ്പോ അസൂയുണ്ട്. ആ ജയിലിൽ കിടന്നവർ തന്നെയാണ് വിന്നിങ് പോയിന്റിലേക്ക് കയറുന്നത്. പഴയതൊക്കെ ആലോചിച്ച് നോക്ക്. വിന്നിങ് പോയിന്റിലേക്ക് പോയവരാരാണ്? ജയിലിൽ കിടന്നവർ തന്നെയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയതാരാണ്? ജയിലിൽ കിടന്നവർ തന്നെയാണ്. എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്? ബിഗ് ബോസ് എടുത്ത് ദൂരെ എറിയുന്നത് ആരെയാണെന്ന് ഓർത്തോണം? ജയിലിൽ കിടക്കുന്നവരെ കളിയാക്കുന്നത്. അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അയാളെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ബുദ്ധിമുട്ടിൽ ഒരു കിടന്ന് ഇത്രയും പറഞ്ഞിട്ടും ഇതെന്താ പ്രശ്നമെന്നറിയാമോ? അനു എന്ന ക്യാരക്ടർ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നു. ഇവരോട് ആരോടും വന്ന് സോറി പറയുന്നില്ല, ഇവർക്കൊപ്പം വന്ന് ചേരുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, കൂനി നിൽക്കുന്നില്ല. ഇതാണ് അവരുടെ പ്രശ്നം. ആ അപ്പാനി ശരത്തുണ്ടല്ലോ, വെറും 3rd ക്ലാസ് ക്രിമിനലാണ്. അത്രത്തോളം വെറുപ്പാണ് എനിക്ക് അയാളോട്. ആ പെണ്ണ് കാലി പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ക്ഷമ പറഞ്ഞിട്ടുണ്ട്. കാര്യം മനസ്സിലാക്കാതെ ഒരുമാരത്തെ കളി കളിക്കുന്നുണ്ട്. യഥാർത്ഥ ബോധത്തോടു കൂടി ബിഗ് ബോസ് എന്താണെന്ന് റിയലൈസ് ചെയ്ത് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് ശൈത്യ, അനു, അതേപോലെ അനീഷ്. ഇവരൊക്കെ സ്ട്രോങ് ആണ്. ശൈത്യ കുറച്ചുകൂടെ സ്ട്രോങ് ആവണേന്നൊരു ഇതുണ്ട്. ശൈത്യ പുറത്താകരുതെന്നൊരാഗ്രഹമുണ്ട്. കാരണം അവൾക്ക് ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റും. അനുവിൻ്റെ ഒപ്പം നിന്നല്ലാതെ തനിച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ശൈത്യ. കാരണം കംഫർട്ട് സോൺ ആവുന്നത് അനു ശൈത്യയുടെ അടുത്ത് എത്തുമ്പോഴാണ്. അത് ശൈത്യക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയാമെന്നുള്ളതാണ്. സത്യത്തിൽ ശൈത്യക്ക് അറിയത്തില്ല ശൈത്യ എത്രത്തോളം നല്ല ക്യാരക്ടറാണെന്ന്. അവൾക്ക് അവളിലേക്കുള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അതാണ് അവിടെ റിവീൽ ആവുന്നത്. സോ നാളെ വീണ്ടും പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. താങ്ക് യു സോ മച്ച്.